ചേട്ടായിരുന്നു. ചേട്ടായി പോയി. ചേട്ടായി അങ്ങനെ ആരോടും മിണ്ടത്തില്ല കേട്ടോ. അറിയാവുന്നവരോട് മാത്രമേ മിണ്ടത്തുള്ളൂ, വേറെ ആരോടും മിണ്ടില്ല. പിന്നെ എൻ്റെ പപ്പായും മമ്മിയൊക്കെ കണ്ട അവിടെ, പപ്പായും അങ്കിളുമാരും ഒക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ അവർ ആ ഗ്യാങ്ങിലാണ്. പിന്നെ അവർ കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് സെറ്റപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. പിന്നെ ഇനി നമുക്ക് പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ പോകണം. ചെറുക്കൻ്റെ വീട്ടിൽ പോയതിന് ശേഷം എന്താ പറയുക, അവിടുത്തെ പരിപാടികളൊക്കെ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും. മിക്കവാറും എനിക്ക് തോന്നുന്നു രാത്രി ആകുമെന്ന് വരാനായിട്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാവേ. സ്റ്റേജ് സെറ്റപ്പ് ഇതാണ്. സ്റ്റേജ് സെറ്റപ്പ് ഉണ്ടോ? ഇപ്പം മറ്റേ ഇങ്ങനത്തെ അരയ്ക്കുന്ന സാധനത്തിനകത്തുനിന്ന് ഉള്ള ആ സാധനം ഉണ്ടല്ലോ, അതാട്ടോ ഈ പേപ്പേഴ്സ് എല്ലാം കിടക്കുന്നത്. അതാണ് നമ്മുടെ സ്റ്റേജ്. പെണ്ണും ചെറുക്കനും ഒക്കെ കണ്ട ഈ ടേബിളിലാണ് കണ്ടോ. ഇത് ഫുൾ ടേബിളിലാണ്. ആ ടേബിളിലാണ് അവർ മൊത്തം. ഇനി ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, വീഡിയോ എന്താ എടുക്കാത്തത് കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വെക്കേഷൻ തുടങ്ങി ഒരു വീഡിയോ ഞാൻ എടുത്തിരുന്നു. അതിനുശേഷമുള്ള സെക്കൻഡ് വീഡിയോയാണിത്. അപ്പം ഞാൻ മനസ്സുമാത്രം എടുക്കാമെന്ന് കരുതിയതാണ്, പിന്നെ എടുത്തില്ല. എൻ്റെ 2 കസിൻസ് കാണിക്കുന്നില്ല, മുഖം കാണിക്കാൻ സമ്മതിക്കുന്നില്ല. അവരെ ഞാൻ പുറകെ നടക്കുകയാണ്, സമ്മതിക്കുന്നില്ല. അപ്പം മമ്മിയും ചേച്ചി അവിടെ വർത്താനം പറയാണ്. മമ്മിയും ചേച്ചി ഹായ് എടുത്തേ ഉണ്ടോ അവിടെ ഇരിക്കുകയാണോ. പിന്നെ നമുക്ക് എന്ത് കാണിക്കാം, എനിക്ക് എന്ത് പറയേണ്ടതെന്ന് ഒരു ഇതുമില്ല. കാരണം എല്ലാവരും ഞാൻ പറയുന്നത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ഡൗട്ടുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെ മാറിയിരിക്കുന്നുണ്ട്. അവർ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തില്ല കേട്ടോ. അവരുടേതായ വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവർ. പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും എനിക്കറിയാവുന്ന കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ നല്ലതായിരുന്നു. ഡാൻസൊക്കെ ഒത്തിരി, അതായത് കുറേ ഡാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ആയിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഇനി പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ അപ്പം അവർ കഴിച്ചു കഴിയുമ്പം നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകും. അതുവരെ നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. പിന്നെ ഞാൻ എടത്വാപ്പള്ളിയിലാട്ടോ നമ്മുടെ കല്യാണം. എടത്വാപ്പള്ളി ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞങ്ങൾ കാണിച്ചു തരാം. വെയിലാട്ടോ, ഭയങ്കര വെയിലാണ്. ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ. ഇപ്പം ഞാൻ താഴെ വീണത്. ഇതാട്ടോ എടത്വാപ്പള്ളി. ഇനി ഇവിടുത്തെ പെരുന്നാൾ വരികയാണ്. നല്ല സീനറി ഇവിടെ നിന്നിട്ട്. ഇവിടുത്തെ ഹോളിലാട്ടോ നമുക്ക് പരിപാടി. ഈ ഒരു ഹോളിലായിരുന്നു. ഇതുണ്ട് എൻ്റെ പുതിയ ഡ്രസ്സാട്ടോ. എങ്ങനെയുണ്ട്? എസ്ത്രയൊക്കെ ആ ടേബിളിലാട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നോട് 2 ചേച്ചിമാരുണ്ട്. ആ ചേച്ചിമാർ പറഞ്ഞു വീഡിയോയിൽ കാണിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എസ്തറും ഒക്കെ അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോയാൽ എനിക്ക് പണി കിട്ടും. സോ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഇന്ന് തന്നെ കാണിക്കാം കേട്ടോ നിങ്ങളെ. ഇവിടെ ഫുള്ള് ലൈറ്റ് സെറ്റിംഗ് ആണ്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മെയ് 3-നും 4-നും കണ്ട് പെരുന്നാൾ തുടങ്ങുവാണ്, കൊടികേറ്റൊക്കെ. അപ്പോൾ അതിനു വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. ഇത് മരം കണ്ടോ, നല്ല തണലുണ്ട്, പക്ഷേ ഭയങ്കര വെയിലുമാണ്. ഇവിടെ ഞങ്ങൾ വന്ന വണ്ടി കാണിച്ചുതരാം. പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വണ്ടി. ഇതേ ആ 2 കറുത്ത വണ്ടി ഉണ്ടോ, അതാണ് നമ്മുടെ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വണ്ടി. അവിടെയൊക്കെ കട തുടങ്ങി കേട്ടോ. പെരുന്നാളായതുകൊണ്ട് ദാണ്ട് ആ ഒരു മഞ്ഞ ഷീറ്റ് ഉണ്ടോ, അവിടെ കട തുടങ്ങുകയാണ്. അവിടെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പെരുന്നാൾ തുടങ്ങിയ പിന്നെ ഞങ്ങളെല്ലാം മേടിക്കാനൊക്കെ തുടങ്ങും. അപ്പം കടയിടാൻ തുടങ്ങി. ഇനി ആ കട ഒരുമാതിരി ആകുമ്പോൾ ഞങ്ങൾ ഓരോന്ന് മേടിക്കാൻ തുടങ്ങും. കണ്ടോ, വലിയ ആട്ടോ. പള്ളി ചുറ്റും ഒന്ന് പോയ ദൈവമേ. ഞങ്ങൾക്ക് ദുഃഖവെള്ളി ഉണ്ടായിരുന്നല്ലോ. ആ ദുഃഖവെള്ളിക്കൊക്കെ ഇവിടെ കൂടെ കുറേ പേര് നീന്തുന്നുണ്ടായിരുന്നു. അവരുടെ മുട്ടൊക്കെ പൊള്ളിപ്പോയി. ഞങ്ങളുടെ ഒരു കസിൻ ചേച്ചിയുടെ ഒക്കെ നീന്തിയായിരുന്നു. ആ ചേച്ചിയുടെ ഒക്കെ മുട്ട് പൊള്ളിപ്പോയി കേട്ടോ, പൊള്ളിപ്പോയി. അപ്പം അത് കാണാൻ നമുക്ക് സങ്കടം വരും. ഭയങ്കരമായിട്ട് പൊള്ളിപ്പോയി. അയ്യോ, ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റാത്തൊരു വെയിലാണ്.
ഇപ്പം നമ്മൾ പുറത്തോട്ടിറങ്ങിയ വാർത്തയിലൊക്കെ നമുക്ക് കേൾക്കാൻ മേലെ ഓരോരുത്തരുടെയും ദേഹമൊക്കെ പൊള്ളി, മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കൊച്ച് പിള്ളേരുടെ കൈയും കാലും ഒക്കെ പൊള്ളി എന്നൊക്കെ കേൾക്കുക. അതുപോലെ ഭയങ്കര വെയിലാണ്. എന്നിട്ട് ഞാൻ വെയിലത്താണ് നിൽക്കുന്നത്. ഇങ്ങനെ മാറിയിരിക്കും. ഇതാട്ടോ എൻ്റെ ഡ്രസ്സ്. ഒരു ഹാഫ് കോവയാണ്, വൈറ്റ് കളറിലൊരു കോളർ വന്നിട്ട് വീനക്ക്. രാവിലെ നല്ലപോലെ മേക്കപ്പൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം ഒലിച്ചു പോയി. എന്ത് ചെയ്യാനാണ്, കണ്ടോ ഭയങ്കര ചൂടാണ്. എൻ്റെ പേരപ്പൻ കേട്ടോ. പേരപ്പൻ പേരപ്പ ഒന്ന് ഹായ് എടുത്തേ. എൻ്റെ ഗൈസ് പേരപ്പനാട്ടോ. എൻ്റെ മോനെ ചൂടാടി, ഓഫ് ചെയ്യടി. എൻ്റെ പേരപ്പ ഒന്നും ഉണ്ടാതെ. പേരപ്പൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആട്ടോ. എനിക്ക് തോന്നുന്നു ഫസ്റ്റോ സെക്കൻഡോ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. പേരപ്പൻ എൻ്റെ എല്ലാ വീഡിയോസിലും ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യും. സോറി. അയ്യോ, എല്ലാവരും പറയുന്നത് കേട്ടോ. ഞാൻ വെയിലത്ത് ഇരുന്നുകൊണ്ടാണ്. എടി കുഞ്ഞെ അകത്തോട്ട് കയറിയപ്പോൾ വെയിലാണ്, ഫോൺ പൊട്ടി പോകുന്നത്. സത്യമാണ്. അവിടെ സ്റ്റേജിൽ കൂളർ വെച്ചിട്ടുണ്ട്. അവിടെ നല്ല തണുപ്പാണ്. സോ ഞാൻ എത്ര നേരം അവിടെയായിരുന്നു ഇരുന്നത്. നിങ്ങളെ ചെറുക്കൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ പെണ്ണെന്ന് പറയുന്നു. പെണ്ണിൻ്റെ വീടെന്ന്. ചെറുക്കൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാവേ. പിന്നെന്താ വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാവേ. ടാറ്റാ.